വളരെ വിഷമങ്ങൾ അനുഭവിച്ച് ഒടുവിൽ സന്തോഷവതിയാകുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. അവളുടെ പേര് ആനന്ദി എന്നാണ്. 10 വയസ്സുള്ള അവൾ തന്റെ രണ്ടാനമ്മയുടെ കൂടെയാണ് ജീവിച്ചിരുന്നത്. വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു. വളരെ പാടുപെട്ടാണ് അവൾ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത്. ഒരു ഞായറാഴ്ച ദിവസം ആനന്ദി ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അവളുടെ രണ്ടാനമ്മ അവിടേക്ക് വരുന്നു. "എടി ആനന്ദി, നീ ഉറങ്ങുവാണോ?" ഇങ്ങനെ പറഞ്ഞ് ഒരു വലിയ വടി കൊണ്ട് അവളെ അടിക്കുന്നു. "അമ്മേ, വേണ്ടമ്മേ, വേണ്ടമ്മേ, അടിക്കല്ലേ അമ്മേ." അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. "നോക്കടി, നേരം വെളുത്തു, എഴുന്നേൽക്കാറായില്ലേ? പണിയെല്ലാം അതുപോലെ കിടക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായി." "രാത്രിയിൽ പണിയെല്ലാം തീർത്തുറങ്ങിയപ്പോൾ 2 മണിയായി അമ്മേ. കുറച്ചു നേരം ഉറങ്ങട്ടെ." "നീ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ പിന്നെ ആര് മാവരയ്ക്കും? കറികൾ ആര് വെക്കും? നമ്മുടെ കച്ചവടം ഇങ്ങനെ നടക്കില്ല. മര്യാദക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യാൻ നോക്ക്." അങ്ങനെ പറഞ്ഞപ്പോൾ ആനന്ദി മിണ്ടാതെ എഴുന്നേൽക്കുന്നു. അവൾ മാവരയ്ക്കാൻ തുടങ്ങി. മാവരച്ചു കഴിഞ്ഞ് അവൾ കറി ഉണ്ടാക്കുന്നു. അങ്ങനെ അവരുടെ അന്നത്തെ കച്ചവടം ആരംഭിക്കുന്നു. കടയിൽ വന്നവർക്കെല്ലാം അവളുടെ രണ്ടാനമ്മ ദോശ ഉണ്ടാക്കുന്നു. ആനന്ദി അത് സെർവ് ചെയ്യുന്നു. ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആനന്ദി രണ്ടാനമ്മയോട് ഇങ്ങനെ പറയുന്നു. "അമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഇന്നലെയും ഞാനൊന്നും കഴിച്ചില്ല. എന്തെങ്കിലും കഴിക്കാൻ തരുമോ അമ്മേ?" "ഇന്നാ 2 ദോശ ഉണ്ട്, ഇത് കഴിക്കി" എന്നവൾ പറയുന്നു. ആനന്ദി കഴിക്കാനായി ദോശ എടുക്കാൻ വന്നതും ഒരു സ്ത്രീ അവിടെ വരുന്നു. "ചേച്ചി, ദോശയുണ്ടോ? അതോ തീർന്നോ? എത്ര ദോശ വേണം?" "2 ദോശ ഉണ്ടെങ്കിൽ താ. ഇന്ന് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ദാ 50 രൂപ." അങ്ങനെ രണ്ടാനമ്മ ആനന്ദിയുടെ 2 ദോശ ആ സ്ത്രീക്ക് പാർസലാക്കി കൊടുക്കുന്നു. അവർ അതുമായി അവിടെ നിന്ന് പോകുന്നു. പാവം ആനന്ദി വിഷമത്തോടെ അമ്മയെ നോക്കി നിൽക്കുന്നു. "എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? നമുക്ക് കച്ചവടമാണ് പ്രധാനം. ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. 50 രൂപ കിട്ടിയില്ലേ? ദോശയില്ലെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഇങ്ങോട്ട് വരില്ല. നീ മിണ്ടാതെ പോയി പണിയെടുക്ക്. ഏതു നേരവും തീറ്റ തീറ്റ എന്നൊരു വിചാരമേ ഉള്ളൂ." ഇങ്ങനെ അവൾ ആനന്ദിയോട് ദേഷ്യപ്പെടുന്നു. ആനന്ദി പാത്രങ്ങൾ കഴുകിക്കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു. ഒരാൾ വിശക്കുന്നു എന്ന് വന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ദോശ അവർക്ക് കൊടുത്തു. പക്ഷേ ഈ രണ്ടാനമ്മ എനിക്കൊന്നും തന്നില്ല. എന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് വരില്ലായിരുന്നു. അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണങ്ങളുടെ രുചി ഇപ്പോഴും എന്റെ നാക്കിലുണ്ട്. അമ്മയ്ക്ക് എനിക്ക് വിശക്കുന്നത് അറിയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ രണ്ടാനമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഏതു നേരവും ജോലി തന്നെ ജോലി. ഇങ്ങനെ ഓർത്ത് അവൾ വിഷമിക്കുന്നു. ഉച്ച സമയമാകുന്നു. രണ്ടാനമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ഭർത്താവ് അവിടെ വരുന്നു. "എടി, വിശക്കുന്നു. നീ കുറച്ച് ഭക്ഷണം എടുക്കൂ." "എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, എടുത്തു കഴിച്ചോ. ഇത്രയും നേരം പണി ചെയ്ത് മടുത്തിട്ട് ഒന്ന് ഇരുന്നതേ ഉള്ളൂ." അവൾ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് കേട്ട് അയാൾ നിലത്തിരിക്കുന്നു. അപ്പോൾ ആനന്ദി വന്ന് അച്ഛന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അയാൾ ആനന്ദിക്ക് കൂടി കൊടുത്തുകൊണ്ട് കഴിക്കുന്നു. "നല്ല വിശപ്പുള്ളതുപോലെ ഉണ്ടല്ലോ. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലേ നീ?" അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ടാനമ്മ അങ്ങോട്ട് വരുന്നു. "അയ്യോ, അവൾക്ക് രാവിലെ കഴിക്കാനുള്ള സമയം കിട്ടിയതേയില്ല. രാവിലെ തൊട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ അവൾ കേൾക്കണ്ടേ?" ഈ പറഞ്ഞ നുണ സത്യമാണെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. "സമയത്ത് കഴിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ആരോഗ്യം പോകും." ഇത് കേട്ട് ആനന്ദി തലയാട്ടുന്നു. അത് കഴിഞ്ഞ് ആനന്ദി വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുകയായിരുന്നു. അപ്പോൾ രണ്ടാനമ്മ TV കണ്ടുകൊണ്ട് ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് രാത്രിയും രണ്ടാനമ്മ ആനന്ദിക്ക് കഴിക്കാൻ ഒന്നും കൊടുക്കുന്നില്ല. ജോലിയെല്ലാം കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അവൾ കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ പോകാൻ വേണ്ടി ആനന്ദി നേരത്തെ തന്നെ ഹോട്ടലിലെ പണിയെല്ലാം തീർക്കുന്നു. അപ്പോൾ രണ്ടാനമ്മ അവിടെ വരുന്നു. "എടി, നീ ഇനി ക്ലാസ്സിലൊന്നും പോകണ്ട. ഇവിടെ ജോലിയുണ്ട്, അത് ചെയ്താൽ മതി." "അമ്മേ, ഇന്ന് അവസാനത്തെ ക്ലാസ്സാണ്. ഇന്നെങ്കിലും പോയില്ലെങ്കിൽ എങ്ങനെയാ? എപ്പോഴും എനിക്കല്ലേ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്. ഞാൻ ഈ ക്ലാസ്സിന് പോയില്ലെങ്കിൽ എന്റെ റാങ്ക് കുറഞ്ഞു പോകും. അമ്മ ജോലി പറഞ്ഞോ? അത് ഞാൻ ചെയ്തിട്ട് പൊക്കോളാം." "കുറേ ജോലിയുണ്ട്. നീ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. വാ അടച്ച് പണിയെടുക്കാൻ നോക്ക്. ഇന്ന് രാജയ്യ മുതലാളിയുടെ വീട്ടിൽ ആരോ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. 1-2 പേരല്ല, 20-25 പേര് കാണും. ഞാൻ ഇതെല്ലാം കൂടി എങ്ങനെയാ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാം, നീ ദോശ ചുട്."
ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ കൊണ്ട് നിർബന്ധിച്ച് പണി ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് വിരുന്നുകാർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് അവർ ആനന്ദിയോട് ഇങ്ങനെ പറയുന്നു, ഇതെല്ലാം ഞാനൊരു വലിയ പാത്രത്തിലാക്കി തരാം. നീ അത് കൊണ്ടുപോയി രാജയ്യയുടെ ഭാര്യയ്ക്ക് കൊടുക്കണം. പക്ഷെ അമ്മേ, എനിക്ക് ആ സ്ഥലം അറിയത്തില്ല. അവരുടെ വീടും എനിക്കറിയില്ല. എടി, ഇന്നലെ ഒരു സ്ത്രീ വന്ന് 50 രൂപയ്ക്ക് ദോശ വാങ്ങിയില്ലേ? അതാണ് രാജയ്യയുടെ ഭാര്യ. നേരെ നടന്നുപോയാൽ ദുർഗാദേവിയുടെ അമ്പലം കാണാം. അതിന്റെ അടുത്താണ് അവരുടെ വീട്. പെട്ടെന്ന് പോയി കൊടുത്തിട്ട് കാശും വാങ്ങി വാ. അമ്മ പറഞ്ഞത് കേട്ട് അവൾ പാത്രവുമായി പോകുന്നു. അവൾ ആ വീട്ടിലെത്തി പാത്രം രാജയ്യയുടെ ഭാര്യയെ ഏൽപ്പിക്കുന്നു. അവർ അവൾക്ക് പണം കൊടുക്കുന്നു. ആനന്ദി വീട്ടിൽ തിരിച്ചെത്തി രണ്ടാനമ്മയ്ക്ക് കാശ് കൊടുക്കുന്നു. ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. നീ ഇനി ക്ലാസ്സിൽ പോകേണ്ട. ദിവസവും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി തരാം. ഒരു പാത്രത്തിലാക്കി ഇനി ഈ ഗ്രാമത്തിലൂടെ നടന്ന് അത് വിൽക്ക്. ഇന്നാണ് ഈ ഐഡിയ എനിക്ക് തോന്നിയത്. അമ്മേ, എന്റെ പരീക്ഷ കഴിഞ്ഞാലുടൻ എനിക്ക് അവധി കിട്ടുമല്ലോ. അവധിക്കാലത്ത് ചെയ്താൽ മതിയോ ഇത്? എനിക്ക് സ്കൂളിൽ പോകണം അമ്മേ. ഞാൻ നന്നായി പഠിച്ചൊരു ഡോക്ടർ ആകണമെന്നുള്ളത് എന്റെ അമ്മയുടെ സ്വപ്നമായിരുന്നു. ഇപ്പോ അത് എന്റെയും സ്വപ്നമാണ്. ദയവ് ചെയ്ത് എന്നെ സ്കൂളിൽ വിട് അമ്മേ. മരിച്ചുപോയവരുടെ കാര്യം നീ പറയണ്ട. ഞാൻ പറയുന്നത് നീ ചെയ്താൽ മതി. എപ്പോഴും ഞാൻ അമ്മ പറയുന്നതല്ലേ ചെയ്യുന്നത്. ഇപ്രാവശ്യം മാത്രം ഞാൻ പറയുന്നത് കേൾക്കാമോ? നീ എന്നോട് ഉത്തരവിടാൻ തുടങ്ങിയോ? ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. ഇങ്ങനെ പറഞ്ഞിട്ട് ചട്ടുകം ചൂടാക്കി അവളുടെ കയ്യിൽ വെക്കുന്നു. ആനന്ദി വേദന കാരണം ഉറക്കെ കരയുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നു. അയാൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. എന്തായി കാണിക്കുന്നത്? എന്തിനാ അവളെ ഉപദ്രവിക്കുന്നത്? ഇവളെ സ്കൂളിൽ വിട്ടതാ, പക്ഷെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. ടീച്ചർ പറഞ്ഞത് കഴിഞ്ഞൊരു മാസമായിട്ട് ഇവൾ ക്ലാസ്സിൽ ചെല്ലുന്നില്ല എന്നാ. ചോദിച്ചപ്പോൾ ഇവൾ പറയുവാ സ്കൂളിൽ പോകുവാണെന്നും പറഞ്ഞ് ഇവൾ വൈകുന്നേരം വരെ ആ കുളത്തിന്റെ കരയിൽ പോയിരിക്കുവാണെന്ന്. ഇനി ഇവൾ സ്കൂളിൽ പോകണ്ട. ആനന്ദി, എന്തുപറ്റി? നീ നല്ല പോലെ പഠിക്കുന്നവളല്ലേ, പിന്നെ എന്താ സ്കൂളിൽ പോകാത്തത്? അങ്ങനെയല്ല അച്ഛാ, അങ്ങനെയല്ല. ആനന്ദി സത്യം പറയാൻ ശ്രമിക്കുന്നു. എന്ത് ചോദിച്ചാലും ഉത്തരം കാണും ഇവൾക്ക്. ഇനി എവിടെയും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ലക്ഷക്കണക്കിന് രൂപ ഫീസായിട്ട് കൊടുക്കുന്നത് വെറുതെയാണ്. ആനന്ദിയെ സംസാരിക്കാൻ സമ്മതിക്കാതെ രണ്ടാനമ്മ എല്ലാ പഴിയും ആനന്ദിയുടെ മേലിടുന്നു. അന്നു മുതൽ ആനന്ദിയുടെ സ്കൂൾ പഠനം നിർത്തുന്നു. രണ്ടാനമ്മ അവളെ ഗ്രാമത്തിൽ ദോശയും ഇഡ്ഡലിയും വിൽക്കാൻ അയക്കുന്നു. ഇഡ്ഡലി, ദോശ, ഇഡ്ഡലി, ദോശ പ്ലേറ്റിന് 10 രൂപ. അങ്ങനെ കച്ചവടം നടത്തി അതിന്റെ കാശ് രണ്ടാനമ്മയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ദിവസവും വീട്ടിലെ ജോലി തീർത്തു കഴിഞ്ഞ് അവൾ ഇഡ്ഡലിയും ദോശയും വിൽക്കാൻ ഗ്രാമത്തിൽ പോയിരുന്നു. ഒരു ദിവസം അച്ഛൻ തന്റെ ജോലി ആവശ്യത്തിനായി അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നു. 2 മാസം കഴിഞ്ഞേ വരൂ എന്ന് പറഞ്ഞാണ് അയാൾ പോയത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം രണ്ടാനമ്മയ്ക്ക് അസുഖം പിടിക്കുന്നു. അവർ ക്ഷീണം കാരണം കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഇത് കണ്ട ആനന്ദി ഉടനെ തന്നെ ഡോക്ടറിനെ കൂട്ടി വരുന്നു. ഡോക്ടർ ഇങ്ങനെ പറയുന്നു, നോക്കുമോളെ, നിന്റെ അമ്മയ്ക്ക് ഡെങ്കിപ്പനിയാണ്. ഞാൻ ദിവസവും വന്ന് കുത്തിവെച്ചോളാം. കുറച്ച് മരുന്നും കുറിച്ചു തരാം. കൂടുതൽ പഴങ്ങൾ കഴിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. ആനന്ദി അവളുടെ രണ്ടാനമ്മയെ നല്ലപോലെ ശുശ്രൂഷിക്കുന്നു. എപ്പോഴും അമ്മയുടെ കൂടെ ഇരുന്നു അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. ഡോക്ടർ ദിവസവും വീട്ടിൽ വന്ന് ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നു. അമ്മയുടെ അസുഖം മാറുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുന്നു, നിങ്ങളൊരു ഭാഗ്യമുള്ളവളാണ്. നിങ്ങളുടെ മകൾ വളരെ നല്ലവളാണ്. ഇവളാണല്ലോ നിങ്ങളെ നോക്കിയത്. ഇവളില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ മറ്റൊന്നായേനെ. ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. മോളെ ആനന്ദി, നിനക്കെന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ നിന്നെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട്, വഴക്കു പറഞ്ഞിട്ടുണ്ട്. നിന്റെ ക്ലാസ്സും ഞാൻ നിർത്തിച്ചു. എന്നോട് ക്ഷമിക്കും മോളെ. അമ്മേ, കരയല്ലേ അമ്മേ. എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. പക്ഷെ ഞാൻ നിങ്ങളെ ഒന്നിനും വിട്ടുകൊടുക്കില്ല. എനിക്ക് അനാഥയായി ജീവിക്കാൻ വയ്യ. ക്ഷമിക്കും മോളെ. നീ പഠിച്ച് നിന്റെ അമ്മ സ്വപ്നം കണ്ടതുപോലെ ഒരു ഡോക്ടറാക്. ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ആനന്ദിയെ കെട്ടിപ്പിടിക്കുന്നു. അന്നു മുതൽ ആനന്ദി സ്കൂളിൽ പോകാൻ തുടങ്ങി.